ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് 3 ടാസ്കുകളാണ് ഞാൻ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗം പഠിക്കാനും, പിന്നെ പൊളിറ്റിക്സ് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്, അപ്പം അത് എഴുതാനും, പിന്നെ മാത്സ് പഠിക്കാനുമാണ്. കാരണം മാത്സ് എനിക്ക് നാളെ ടെസ്റ്റ് ഉണ്ട്. ലിറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ മിസ്സ് ക്ലാസ്സിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യാൻ. അപ്പോൾ അത് വീട്ടിൽ നിന്ന് നമ്മൾ നോട്ടിലേക്ക് പകർത്തി എഴുതിക്കൊണ്ട് വരണം. സോ അതും ചെയ്യാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് കെമിസ്ട്രി പഠിക്കുന്ന കാര്യമാണ്. സോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആറ്റംസ് ആൻഡ് മോളിക്യൂളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ കുറേ സമയം ഒരു ടോപ്പിക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വരണ്ടേ. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളത് ഇത്തിരി ഇമ്പോസിബിളും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഏത് ചാപ്റ്റർ ആയാലും ഒന്ന് ഡിവൈഡ് ചെയ്യുക അത്. കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഒരു വലിയ ചാപ്റ്റർ എന്ന് പറയുമ്പം അത് വലിയൊരു ടാസ്ക് പോലെയാണ്. അത് ആ ഒരു ചാപ്റ്റർ തന്നെ പകുതിയായിട്ട് കുറച്ച് മുറിച്ച് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ആ ചാപ്റ്ററിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോപ്പിക്കിൽ തന്നെ ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ ആ ചാപ്റ്റർ ഏകദേശം സെറ്റ് ആവണ വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ ടോപ്പിക്ക് തന്നെയാണ് പഠിച്ചത്. കാരണം ആ ചെറിയ ടോപ്പിക്ക് തന്നെ പഠിക്കാൻ ഇത്ര നേരം എടുത്തു. സോ പഠിക്കുന്ന ടൈം നമുക്ക് എത്രയും യൂട്ടിലൈസ് ചെയ്യല്ലേ വേണ്ടത്, അല്ലാണ്ട് ടൈമിൽ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ള കാര്യമല്ലല്ലോ ഉള്ളത്. സോ ഗൈസ്, എനിക്ക് പതുക്കെ പേപ്പറൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ എല്ലാ പേപ്പറും കിട്ടിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ കിട്ടിയ പേപ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മാർക്ക് എന്ന് പറയുമ്പം. അപ്പോൾ എനിക്ക് കിട്ടിയ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ കിട്ടിയിട്ടുണ്ട്, സയൻസ് കിട്ടിയിട്ടുണ്ട്. സയൻസിലെല്ലാം കിട്ടിയിട്ടില്ല, ബയോ കിട്ടിയിട്ടില്ല, ബാക്കി 2 കിട്ടിയിട്ടുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ എന്താ കിട്ടിയ മലയാളം കിട്ടി, മാത്സ് കിട്ടി. ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ എൻ്റെ മിസ്സിങ് ആയിപ്പോയി. തപ്പി പിടിച്ച് ഞാൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം മാർക്ക് പറയണ്ടേ. വലിയ കുഴപ്പമില്ലാത്ത മാർക്കാണ്, പക്ഷേ സയൻസ് ഭയങ്കരമായിട്ട് ചതിച്ച്. കാരണം എനിക്ക് നല്ല ടഫായിരുന്നു. സോ അതിന് നല്ല മാർക്ക് കുറവാണ്. ആൻഡ് ഇത് മന്ത്ലി എക്സാമാണ്, അതായത് മാസം ഉള്ള എക്സാമാണ്. സോ 15 മാർക്സിലാണ് ഈ എക്സാം ഉണ്ടാകുന്നത്. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിൽ 8 മാർക്സ്, ജോഗ്രഫി ഹിസ്റ്ററിയിലും, പിന്നെ 7 മാർക്സ് പിന്നെ പൊളിറ്റിക്സിലും എക്കണോമിക്സിലുമാണ്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ സയൻസിൽ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോ 5 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് മാർക്ക് വരുന്നത്. അപ്പം ഞാൻ മാർക്ക് പറഞ്ഞുതരാം. മലയാളത്തിൽ എനിക്ക് 15ൽ 13 ആണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 1 വേർഡ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നായിട്ട് മാർക്ക് അര വെച്ചിട്ട് പോയി. മാത്സ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എനിക്ക് നല്ല സന്തോഷമായി. കാരണം എൻ്റെ ക്ലാസ്സിൽ ആകെക്കൂടി 4 പേർക്കാണ് ഫുൾ മാർക്കുള്ളൂ. എനിക്കും ഫുൾ മാർക്ക് ഉണ്ട്. ഐ എം വെരി ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. കാരണം എനിക്ക് മാത്സ് നല്ല ടഫുള്ള സബ്ജക്റ്റാണ്. സോ മാത്സിൽ ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ലോകം കീഴടക്കിയ സന്തോഷം. അത് മന്ത്ലിക്ക് മാത്രമേ ഉള്ളൂ. ആനുവലി ഒക്കെ വരുമ്പോൾ പെടും ഞാൻ. ഓക്കെ, ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രി ആയിരുന്നു എനിക്ക് സയൻസിൽ ഏറ്റവും ടഫ്. പിന്നെ ബയോളജി ഞാനൊരു കെയർലെസ് മിസ്റ്റേക്ക് ചെയ്തതാണ് പ്രശ്നമായത്. അല്ലെങ്കിൽ ബയോളജിയിൽ ഫുള്ളായിരുന്നേനെ. കാരണം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഞാൻ കെയർലെസ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് അത് സെറ്റായി. അതിൻ്റെ മാർക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആൻഡ് കെമിസ്ട്രിയിൽ എനിക്ക് കുറവാണ്, 3 ആണ്. 5 3. ഇത് എക്കണോമിക്സ് ആണ്. സോ എക്കണോമിക്സ് 7ലാണ് മാർക്ക് വരുന്നത്. 7ൽ 7 ഉണ്ട്. ഓക്കെ, സയൻസിൽ ഫിസിക്സ് ആണ്. ഫിസിക്സ് പിന്നെ കുഴപ്പമില്ലാത്ത മാർക്കാണ് കേട്ടോ. 1 മാർക്കാ പോയുള്ളൂ, 4. ഹിസ്റ്ററി ജോഗ്രഫിയാണ്. സോ ഹിസ്റ്ററി ജോഗ്രഫിയിൽ 8ലാണ്. സോ 8ൽ 7 ഉണ്ട്. ആ 7 ആവാൻ കാരണം ഞാൻ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യണ ഭാഗം തെറ്റിച്ചു, അതാണ് പ്രശ്നമായത്. ഇനി എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ നല്ല ടഫായിരുന്നു. എനിക്ക് 15ൽ 7 ഒക്കെ കിട്ടുള്ളൂ, അത്രയ്ക്ക് ടഫായിരുന്നു. ആൻഡ് എൻ്റെ കുറച്ച് കയ്യിലിരിപ്പുണ്ട്. കമ്പ്യൂട്ടർ അല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാസ്റ്റിനേറ്റ് ചെയ്തതാണ്. അതിനുള്ള മാർക്കേ കിട്ടുള്ളൂ.
സോ അതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം നമ്മളുടെ നല്ല സൈഡ് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ ഇനി അത് കിട്ടിയിട്ട് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ അല്ലെങ്കിൽ ഷോർട്സിൽ ഞാൻ ഇടുന്നതായിരിക്കും അല്ലാണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. പറഞ്ഞ് ഇംഗ്ലീഷിൻ്റെ കാര്യം മറന്നുപോയി അങ്ങോട്ട്. ഇംഗ്ലീഷിൽ എനിക്ക് 14 ഉണ്ട് കേട്ടോ 15-ൽ. സോ അതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും പിന്നെ ഗ്രാമറിലൊക്കെ ആയിട്ട് 1.5 മാർക്ക് വീതം പോയി. അതാണ് പ്രശ്നമായത്. ആൻഡ് പിന്നെ ഞാനിപ്പോൾ പഠിക്കാതിരിക്കുന്നത് മാത്സ് ആണ്. കാരണം എനിക്ക് മാത്സ് നാളെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. സോ ആ ടെസ്റ്റിന് നല്ലോണം പഠിച്ചില്ലെങ്കിൽ, നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ മിസ്സ് വിൽ കോൾ അവർ പേരൻസ്. സോ അപ്പോൾ ആ ഒരു പേടി കാരണം ഞാൻ പഠിക്കുന്നതാണ് ഇന്ന്. അല്ലെങ്കിലും പഠിച്ചല്ലേ പറ്റൂ. ആൻഡ് അതോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊളിറ്റിക്സ് നോട്ട് ചെയ്തായിരിക്കുമായിരുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ മിസ്സ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നമുക്ക് വീട്ടിൽ വന്ന് എഴുതിയിട്ട് നാളെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. സോ യാ, ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് നൗ. ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ. അതോടെ കഴിഞ്ഞപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നെപ്പറ്റി ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷനും കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കാരണം ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 20 സംതിങ് ഡേയ്സ് ആയിട്ടുണ്ട്. ലൈക്ക് 1 മന്ത് ആവാൻ പോവാണ് ഈ ചാനൽ തുടങ്ങിയിട്ട്. ആൻഡ് ഞാൻ ഈ ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വീഡിയോ ഇടാറുമുണ്ട്. ആൻഡ് വ്യൂസൊക്കെ നല്ല വ്യൂസാണ് കേട്ടോ. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഗൈസ്. സോ ഇപ്പോൾ എൻ്റെ കറൻറ്റ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുമ്പോൾ 28 ആണ്. ആൻഡ് ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവണമെന്ന്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ യൂട്യൂബ് ചാനൽ കുറേ തുടങ്ങിയിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ 1000-കണക്കിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ പച്ച പിടിക്കുന്നത് ഇതാണ്. സോ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ ദ ബൈ, മൈ നെയിം ഇസ് ദേവപ്രിയ. ആൻഡ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ 9th ഗ്രേഡറാണ് ആൻഡ് CBSEയിലാണ്. ആൻഡ് എൻ്റെ ജനുവരിയിൽ 9th കഴിയും. ആൻഡ് ജനുവരിയിൽ തന്നെ 10th തുടങ്ങും. യെസ് ഗൈസ്, ജനുവരിയിലല്ല ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു 10th തുടങ്ങുക. യാ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം അങ്ങനെ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഡു കമൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. കാരണം ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.